ഞാൻ ഡോക്ടർ രാമപ്രസാദ്, കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ആസ്റ്റർ മെഡ്സിറ്റി. നമുക്കെല്ലാവർക്കും കിഡ്നിയിൽ ഉണ്ടാകുന്ന കല്ലുകളെ കുറിച്ചിട്ട്, യൂറിനറി സ്റ്റോണുകളെ കുറിച്ചിട്ട് നമുക്കറിയാം. അപ്പോൾ ഈ മൂത്രത്തിൽ കല്ല് എന്ന് പറയുന്നത് എന്താണ്? കിഡ്നിയിൽ അല്ലെങ്കിൽ കിഡ്നിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ട്യൂബ് അല്ലെങ്കിൽ ബ്ലാഡറിന്റെ പുറത്തേക്ക് പോകുന്ന ട്യൂബ്, ഇത്രയും സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന കല്ലുകളെയാണ് സാധാരണ നമ്മൾ കിഡ്നി സ്റ്റോൺ അഥവാ യൂറിനറി സ്റ്റോൺ എന്നുള്ള പേരിൽ പറയുന്നത്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ രീതിയിൽ ചെറിയ കല്ലുകൾക്ക് മാത്രമാണ് നമുക്ക് മരുന്ന് കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയുക. കുറച്ച് വലിയ കല്ലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ചെയ്തിട്ട് വേണം, എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ ആയിരിക്കാം അത്. അങ്ങനെയുള്ള പ്രൊസീജിയറുകൾ എന്തെങ്കിലും ചെയ്തിട്ട് വേണം നമ്മൾ സാധാരണ രീതിയിൽ ഇത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കല്ല് നമ്മൾ എന്ത് തരം ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ അതിൻ്റെ വലിപ്പം, അതുപോലെ തന്നെ അതിൻ്റെ കാഠിന്യം, അത് എവിടെയാണ് ഇരിക്കുന്നത്, അതുപോലെ തന്നെ അത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ടോ, പഴുപ്പുണ്ടാക്കുന്നുണ്ടോ, തടസ്സമുണ്ടാക്കുന്നുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത്. ആദ്യം തന്നെ കിഡ്നിയിൽ ഇരിക്കുന്ന ഒരു കല്ലിനെ കുറിച്ചിട്ട് പറയാം. കിഡ്നിയിൽ ഇരിക്കുന്ന കല്ലുകൾ ചെറിയ കല്ലുകളാണെങ്കിൽ നമുക്ക് വെറുതെ വിടാൻ വേണം വെച്ച് കഴിഞ്ഞാൽ അത് കാര്യമായിട്ടുള്ള ഒബ്സ്ട്രക്ഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ, അതായത് തടസ്സമൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ. സാധാരണ രീതിയിൽ കിഡ്നിയിലത്തെ കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ഒക്കെ വലുപ്പമുണ്ടാവും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം.